മധ്യപ്രദേശിലെ കൽക്കരി ഖനിയുടെ മേൽക്കൂര ഇടിഞ്ഞു വീണ 3 പേർ മരിച്ചു. മധ്യപ്രദേശിലെ ബേട്ടൂലിലാണ് സംഭവം. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, കൽക്കരി ഖനിയുടെ മേൽക്കൂര ഇടിഞ്ഞു വീണ 3 പേർ മരിച്ചു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ അപകടം നടക്കുന്ന സമയത്ത് ഖനിക്കുള്ളിൽ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു? ഈ 3 പേർക്ക് പുറമെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? എങ്ങനെയാണ് അപകടം മുതലായ വിശദാംശങ്ങൾ? അതുല്ല, നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 പേരാണ് ഇത്തരത്തിൽ മേൽക്കൂര ഇടിഞ്ഞു വീണ് മരിച്ചത് എന്നാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. അതിൽ സൂപ്പർവൈസർ അടക്കമുള്ള 3 പേരാണ് ഇപ്പോൾ മരിച്ചത്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു. ധാരാളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊന്നും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ തൊഴിലാളികൾ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പോലും. എന്നിരുന്നാലും ഈ തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ അടക്കം കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിൽ ഒരാളുടെ മാത്രം ബന്ധുക്കളെ മാത്രമേ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ള വിവരം കൂടിയുണ്ട്. മറ്റുള്ളവരുടെ ബന്ധുക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അധികൃതർ. എന്തായാലും ഈ ഒരു ജില്ലാ ആസ്ഥാനത്ത് നിന്നും, അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ബേട്ടൂലിലാണ് ഈ ഒരു സംഭവം. കൃത്യമായി പറഞ്ഞാൽ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 65 കിലോമീറ്റർ അകലെയായിട്ട് ഛത്തർപൂർ എന്ന സ്ഥലത്തിന് സമീപത്തുള്ള പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നിരിക്കുന്നത്. ആ ഒരു പ്രദേശത്ത് ഭൂഗർഭ ഖനിയിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ അനുബന്ധ സ്ഥാപനമായ വെസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിൻ്റെ കീഴിൽ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഭൂഗർഭ ഖനിയിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത്. അതിൻ്റെ മേൽക്കൂര തകർന്നു വീണ് പിന്നീട് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഈ മൃതദേഹങ്ങളെല്ലാം കണ്ടെടുക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുല്ല. ശരി.